ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൾമണറി സർക്കുലേഷൻ വേഴ്സസ് സിസ്റ്റമിക് സർക്കുലേഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇത് രണ്ടും ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഇമേജിൽ ഞാൻ മേളിലത്തെ പോർഷൻ വരച്ചിരിക്കുന്നത്, അതായത് ലങ്സിന്റെ പോർഷൻ വരച്ചിരിക്കുന്നതിലാണ് പൾമണറി സർക്കുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് മറ്റ് ബോഡി പാർട്ടിലേക്ക് ബ്ലഡ് പോകുന്നതിനെയാണ്. അത് താഴത്തെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടെ നോട്ട് ചെയ്യേണ്ടത്, ഈ ഇമേജില് 1, 2, 3, 4 അങ്ങനെ 4 നമ്പർ ഇട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ 4 സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ലങ്സിൽ പോയി അത് പ്യൂരിഫൈ ആകുന്ന പ്രോസസ്സാണ്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇംപ്യൂർ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വിടുന്നതും പ്യൂരിഫൈ ചെയ്തതിന് ശേഷമുള്ള ബ്ലഡിനെ മറ്റ് ബോഡി പാർട്ടിലേക്ക് സർക്കുലേഷൻ ചെയ്യാൻ വിടുന്നതുമായിട്ടുള്ള പോർഷനാണ്. ഓക്കെ, ഇനി ഒന്നാമത്തെ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് വീന കാവ ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. വീന കാവ പറയുമ്പോൾ സുപ്പീരിയർ വീന കാവ ഉണ്ട്, ഇൻഫീരിയർ വീന കാവ ഉണ്ട്. ഓക്കെ, അപ്പൊ സുപ്പീരിയർ വീന കാവ നമ്മുടെ ബോഡിയിലെ മുകളില്, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മേളിലല്ലേ, അപ്പൊ മേളിലത്തെ പോർഷനിൽ നിന്നുള്ള ബ്ലഡിനെ കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്നു. ഇൻഫീരിയർ ബോഡി പാർട്ടിൽ നിന്നുള്ള, താഴത്തെ ബോഡി പാർട്ടിൽ നിന്നുള്ള ബ്ലഡിനെ ഇൻഫീരിയർ വീനക്കാവ കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സുപ്പീരിയറും ഇൻഫീരിയറും ആണെങ്കിലും അത് വീനക്കാവ തന്നെയാണ്. അപ്പൊ വീനക്കാവ നമ്മളുടെ ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്നു. ഈ റൈറ്റ് ഏട്രിയത്തിൽ എത്തിയ ബ്ലഡിനെ അവിടുന്ന് പിന്നെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് മാറും. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലെത്തിയ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ഇത് ഒരു വാൽവ് വഴിയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. ആ വാൽവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. 3 വാൽവ് ഉണ്ടാകും. ഓക്കെ, സോ അപ്പൊ ട്രൈകസ്പിഡ് വാൽവ് വഴി റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അതിനുശേഷം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ബ്ലഡ് നേരെ ലങ്സിലേക്ക് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഈ ഇംപ്യൂർ ബ്ലഡ് ആയതുകൊണ്ട് അതിന് ബ്ലൂ ഷെയ്ഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് നേരെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലങ്സിലേക്ക് പോകുന്ന പോർഷൻ, അതാണ് 2ാം നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പോകുന്നത് പൾമണറി ആർട്ടറി വഴിയിട്ടാണ് ഈ ബ്ലഡ് പോകുന്നത്. ഓക്കെ, എല്ലാ ആർട്ടറിയും പ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്, ബട്ട് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. ഓക്കെ, അപ്പൊ ഈ പൾമണറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ ലങ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ലങ്സിൽ വെച്ച് കാപ്പിലറീസിൽ വെച്ചിട്ട് അതിന്റെ പ്യൂരിഫിക്കേഷൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിന് കൊടുത്ത് ലങ്സിൽ നിന്ന് ഓക്സിജനെ സ്വീകരിച്ചിട്ട് നേരെ പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 3ാം നമ്പറിലെത്തി. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി, എല്ലാ വെയിനും ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത് എക്സെപ്റ്റ് പൾമണറി വെയിൻ. അപ്പൊ നമ്മുടെ പൾമണറി വെയിൻ വഴി ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് വന്നിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ആ ബ്ലഡ് പതുക്കെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് മാറുന്നു, ഓരോ ഹാർട്ട് ബീറ്റ് അനുസരിച്ചിട്ടും. അതിന്റെ ഇടയിൽ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിന്റെ പേരാണ് ബൈകസ്പിഡ് വാൽവ്. അവിടെ 2 വാൽവേ ഉള്ളൂ, ബൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവിൽ 3 ലോബുണ്ട്, ബൈകസ്പിഡ് വാൽവിൽ 2 ലോബേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തിയ ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തിയ ബ്ലഡ് അവിടുന്ന് നേരെ അയോട്ട എന്നുള്ളത് വലിയൊരു ആർട്ടറിയാണ്. ഓക്കെ, സോ അയോട്ട വഴി നേരെ ബോഡി പാർട്ടിലേക്ക്, സിസ്റ്റമിക് സർക്കുലേഷൻ ഓരോ സിസ്റ്റമിലേക്കും, റീനൽ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റം വൈസ് എല്ലാ ബോഡി പാർട്ടിലേക്കും ഈ അയോട്ടയിൽ വരുന്ന ബ്ലഡ് സർക്കുലേറ്റ് ആയി പോകുന്നു. ഓക്കെ, അതിനെയാണ് ഇങ്ങനെ വീണ്ടും 4 നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അയോട്ട വഴി പോകുന്ന ബ്ലഡ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്, അത് കാപ്പിലറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സിസ്റ്റത്തിലും നമുക്ക് ബ്ലഡ് പോകുന്ന എല്ലാ വഴിയിലും തന്നെ അയോട്ടയും ഉണ്ട്, ആർട്ടറിയും ഉണ്ട്, വെയിനും ഉണ്ട്. അതാണ് അയോട്ടയും വീനക്കാവയും വന്നിട്ട് ലാസ്റ്റ് കാപ്പിലറീസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ബ്ലഡ് വെസൽസ് വഴിയിട്ടാണ്, അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ ഓക്സിജനെ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് നേരെ വീനക്കാവ വഴി വീണ്ടും റൈറ്റ് ഏട്രിയത്തിലെത്തി തിരിച്ച് ഈ പ്രോസസ്സ് വീണ്ടും സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പൾമണറി സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷൻ ആയിട്ടുള്ള വ്യത്യാസം. ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന മുകളിലെ ലങ്സിലുള്ള പ്രോസസ്സിന് പൾമണറി സർക്കുലേഷൻ പറയാം, താഴെയുള്ള
ബോഡി പാർട്ടിലേക്ക് സിസ്റ്റമിക് സർക്കുലേഷൻ പോകുന്നതിനെ സിസ്റ്റമിക് സർക്കുലേഷൻ പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടുതൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.